ദീപുവിന് ഫ്രൂട്ട്സ് വേണ്ടേ? വേണ്ട, കഴിച്ചോളൂ. ഡോക്ടർക്ക് വേണ്ട, ഇത് മുഴുവൻ പ്രിയ തന്നെ തീർക്കണം. ഓ, എന്റെ വയറ് പൊട്ടു. പ്രിയക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇല്ല. അതെന്ത്? ഹണിമൂൺ ആണെന്ന് പറഞ്ഞിട്ട് അതെവിടെ? ഓ, അതാണോ കാര്യം? എന്നാ ഞാൻ പറയാം, ഇതൊക്കെ തന്നെയാണ് ഈ ഹണിമൂൺ. ഏതൊക്കെ? ഭംഗിയുള്ള ഈ സ്ഥലത്ത് വന്ന് താമസിക്കുക, ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുക, കാറ്റൊക്കെ കൊണ്ട് കായൽ ഇങ്ങനെ ബോട്ടിൽ സഞ്ചരിക്കുക, ഇതൊന്നും പ്രിയക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ഇല്ല. അപ്പൊ പ്രിയയുടെ ഇഷ്ടങ്ങൾ പറ, കേക്കട്ടെ. അത് പറഞ്ഞിട്ട് എന്നോട് ദേഷ്യപ്പെടാനല്ലേ? ആരും ദേഷ്യപ്പെടില്ല, പറഞ്ഞോളൂ. എനിക്ക് പേടിയോ? ഇതിനു മുമ്പ് പ്രിയയെ ആരെങ്കിലും അങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ടോ? ഡിഗ്രി എക്സാം എഴുതുമ്പോ എന്താ സംഭവിച്ചത്? ഇങ്ക് ബോട്ടിൽ താഴെ വീണ് പൊട്ടി. അത്രേ ഉള്ളൂ. പ്രിയക്ക് സിനിമയൊക്കെ ഇഷ്ടമാണോ? ഓ. സിനിമയിൽ ഏത് നടനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇന്ദ്രൻസ്. ആണോ? ചില സൈഡിൽ കൂടി നോക്കുമ്പോ ദീപയുടെ ശരിക്കും ഇന്ദ്രൻസിനെ പോലെയില്ലേ? അതുകൊണ്ടല്ലേ എനിക്ക് ഇത്ര ഇഷ്ടം. ദീപേട്ടൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മറ്റാരോടെങ്കിലും ഇങ്ങനെ ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. എനിക്കൊരാളെ ഒത്തിരി ഒത്തിരി ഇഷ്ടായിരുന്നു. പ്രേമം? എന്നിട്ട് ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു. എന്നിട്ട് നടന്നില്ല. പഠിത്തം കഴിഞ്ഞിട്ട് ഒളിച്ചോടാമെന്ന് അമ്മൻ പറഞ്ഞു. അയാളെ എങ്ങനെ പരിചയപ്പെട്ടു? തൊട്ടടുത്ത വീട്ടിലെയാ. പേര് പ്രേംചന്ദ്. ഇപ്പൊ അയാൾ എവിടെയുണ്ട്? നാട്ടിൽ തന്നെ ഉണ്ട്. എന്ത് ചെയ്യുന്നു? പഠിച്ചോണ്ടിരിക്കുക. ഇപ്പൊ 5ാം ക്ലാസ് കഴിഞ്ഞ് 6ലേക്ക് കടന്നു. ഇവിടെ മുങ്ങിയ ആളെ രക്ഷിക്കാൻ നോക്ക, താൻ ഇങ്ങോട്ട് ഓടി വരുവാണോ വേണ്ടത്? അതിനുള്ള ഏർപ്പാട് ചെയ്തു ഡോക്ടർ. ഞാൻ വിവരം അറിയിക്കാൻ വന്നതാ. മഞ്ഞക്കുളം മുങ്ങിപ്പോയ ആളിന്റേതാ. അതുകൊണ്ട് ആ ഏരിയയിൽ അവനാ സാധ്യത. ഇവിടെ എത്ര ആളും കാണും? 20 അടിയെങ്കിലും കാണും. താനും കൂടി ചാടണം. ഞാൻ ചാടാം. What is this? അവിടെ പൊങ്ങി. അതുപോയി. എവിടെ എന്റെ മഞ്ഞക്കൊട? കൂടെയൊന്നും എങ്ങും പോയിട്ടില്ല. തങ്കപ്പൻ എന്ത് പണിയായി കാണിച്ചത്? ഛേ, തങ്കപ്പനല്ല ഞാൻ, ശങ്കർ ബാനു. സൂപ്പർ ഹിറ്റ് ഡയറക്ടർ ശങ്കർ ബാനു.
പെട്ടെന്ന് എനിക്ക് മദ്രാസിൽ നിന്നൊരു മെസ്സേജ് കിട്ടി. ഡയറക്ടർ ജോഷിയും മോഹൻലാലും ലൊക്കേഷൻ നോക്കാൻ വേണ്ടി കായലിൽ എത്തിയിട്ടുണ്ട്. ഈ കായൽ എന്റെ ലൊക്കേഷനാ. ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേറെ ഒരുത്തിനും ഞാൻ സമ്മതിക്കില്ല. എന്നെ കണ്ടതും ജോഷിയും മോഹൻലാലും ഒറ്റ ഓട്ടം. ഞാൻ കായലിൽ ചാടി അവരെ പിന്തുടർന്നു. ഇതൊക്കെ പോട്ടെ, ഡയറക്ടർ പ്രിയദർശി ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. വാ, നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. വാ, ഇറങ്ങ്. ഞാനിപ്പോ വരാം. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ജെയിംസ് കണ്ടത്തിൽ, ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാണ്. സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോ പിന്നെ നിർത്തിയല്ലേ? ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസ് ഓർമ്മയുണ്ടോ? ഇല്ല. അന്ന് ബ്രസ്റ്റ് സ്ട്രോക്കിലും ബാക്ക് സ്ട്രോക്കിലും എനിക്ക് ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു. ബട്ടർഫ്ലൈസിലെ മത്സരിച്ചില്ല. ബാക്ക് സ്ട്രോക്ക് ചെയ്യുമ്പോ തല പടവിലിടിച്ച് ഇൻജുർഡ് ആയി. അയ്യോ. ഞാനന്ന് തല ഷേവ് ചെയ്തിരിക്കായിരുന്നു, നമ്മുടെ സെബാസ്റ്റ്യൻ സേവ്യറിനെ പോലെ. ഷേവ് ചെയ്താൽ തല വെള്ളത്തിൽ കൂടി ചാട്ടുളി പോലെ പായും. നമ്മുടെ വിൽസൺ ചെറിയാൻ ഇപ്പൊ എവിടെയുണ്ട്? അദ്ദേഹം ഇപ്പോ റെയിൽവേയിലാണെന്ന് തോന്നുന്നു. കണ്ടാൽ എന്റെ അന്വേഷണം പറഞ്ഞേക്കൂ. അത് എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. എന്നാലും എന്റെ അന്വേഷണം പറഞ്ഞേക്കൂ. മറ്റൊരു പ്രധാന കാര്യം, ശങ്കർ ഭാനുവിന്റെ ജീവൻ രക്ഷിച്ച നിങ്ങൾക്ക് ഇന്ന് രാത്രി ഗംഭീരമായ ഒരു ഡിന്നർ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും വരണം. അത് എന്റെ ഒരു സന്തോഷത്തിന് പ്ലീസ്. ഞങ്ങൾ വരാം സാർ. അപ്പൊ ക്യാഷ് എന്റെ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോളൂ സാർ. ഇന്ന് രാത്രിയാ ഡിന്നർ, 8:30. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. ചങ്ക ചക്ക 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 ചങ്ക ചക്ക. എന്റെ അമ്മേ. ഞാന് രാജപ്പനും 506 രോഗി ബഹളം വെച്ചപ്പോ അവിടെ പോയിരിക്കായിരുന്നു. ആരെവിടെ പോയി എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, രോഗികളെ രോഗികളായി കണ്ട് മുറിയിലടച്ച് പൂട്ടാത്തത് അവർക്ക് സമ്മർദ്ദം ഉണ്ടാവരുതെന്ന് കരുതിയാണ്. മാത്രമല്ല, ഓരോരുത്തരെയും നിങ്ങൾ വാച്ച് ചെയ്തോളൂ എന്നുള്ള വിശ്വാസത്തിലുമാണ്. ഐ കനോട്ട് ടോളറേറ്റ് ദിസ്. ഇനി ഇങ്ങനെ ഉണ്ടാവരുത്. പ്രദീപ്, മിസ്റ്റർ ദീപകിന്റെ ഭാര്യയുണ്ടല്ലോ, ഐ തിങ്ക് ഇറ്റ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് കേസ്. ആളുകളുടെ ഇടയിലുള്ള പെരുമാറ്റം, തനിച്ചിരിക്കുമ്പോഴുള്ള പ്രവൃത്തികൾ, വി നീഡ് എ തറോ സ്റ്റഡി. യെസ് ഡോക്ടർ. ഓരോരുത്തരുടെ ഒബ്സർവേഷനിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പപ്പോ അറിയിക്കണം. മായ, പ്ലേസ് അവർ വീഡിയോ ക്യാമറ ഇൻ ഹിയർ. എനിക്കൊരു സോപ്പ് വേണം. രാവിലെ ജെയിംസ് കുളിച്ചതല്ലേ? കുളിക്കാനല്ല, പിന്നെ ഊണിന്റെ കൂടെ തന്ന പൊരിച്ച മീനിൽ അപ്പടി മുളകും മസാലയുമാണ്. അത് കഴുകിക്കളയാന്. മാധവ, സാർ. സോപ്പിന്റെ കൂടെ കുറച്ച് ഡെറ്റോളോടെ കൂടെ മീൻ നല്ലവണ്ണം വൃത്തിയായിക്കോട്ടെ. താങ്ക് യു.